ഗൾഫ് മലയാളികൾ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അല്ലെങ്കിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ, വയറ് സംബന്ധമായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്. കൊക്കക്കോള, പെപ്സി, 7up പോലെയുള്ള ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഡ്യൂ പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട്. അപ്പോൾ അത് കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഗുഡ് ബാക്ടീരിയാസ്, അതായത് നമുക്കറിയാം നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനിലെ ഗട്ടുകളിലാണ് ഗുഡ് ബാക്ടീരിയാസ് ഉള്ളത്. അതിനെയാണ് നമ്മൾ സാധാരണ പ്രോബയോട്ടിക് എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഫുഡാണ് പ്രീബയോട്ടിക്. അപ്പോൾ പ്രോബയോട്ടിക്കിൻ്റെ ലാക്സ്, ഗുഡ് ബാക്ടീരിയാസിൻ്റെ ലാക്സ് വരുന്നത് കൊണ്ട് നമുക്ക് ഈവൻ നമ്മുടെ ശരീരത്തിലെ തന്നെ ഒരു സെക്കൻഡ് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വൻകുടലിനെ നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ആ വൻകുടൽ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താനുള്ള ഒരു വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. കാരണം അതിനു പകരം നമുക്ക് എന്തൊക്കെയും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആകുമ്പം ഇളനീര് കിട്ടും, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം, ഫ്രഷ് ജ്യൂസ് കിട്ടും. അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക. കാരണം ഇത് പറയുന്നത് വെറുതെ അല്ല. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ ആൾക്കാരും പല പല രീതിയിൽ, ഈവൻ ക്രോണിക് ആയിട്ടുള്ള കോളൻ ക്യാൻസർ വരെ വന്നിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കാണുമ്പം പൊന്നു സഹോദരന്മാരെ, പ്രത്യേകിച്ച് സഹോദരന്മാരെ, നിങ്ങളതൊന്ന് ഒഴിവാക്കുക. കാരണം നമുക്കിപ്പോൾ അത് ഒരു ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബോഡി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ നമ്മളത് ഉപയോഗിക്കും. പക്ഷെ പിന്നീടുള്ള ഭവിഷ്യത്ത് ഭയങ്കര വലുതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. കാരണം നമ്മുടെ ഗഡ് ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മുടെ കുടൽ, നമ്മൾ സാധാരണ ഒരു നാടൻ കൊളോക്കിയൽ ഭാഷയിൽ പറയാറില്ലേ, കുടൽ നന്നായാൽ ഉടൽ നന്നായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ കുടൽ നന്നാക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ നാരങ്ങ വെള്ളം, അല്ലെങ്കിൽ ഈ പറയുന്ന മാംഗോ ജ്യൂസ്, അങ്ങനെയുള്ള ഓറഞ്ച് ജ്യൂസ്, മുസംബി ജ്യൂസസ്, ഫ്രഷ് ജ്യൂസ് എന്തും കഴിക്കാം. പക്ഷേ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക.